എല്ലാവർക്കും നമസ്കാരം. ഐഡന്റിറ്റീസ് നമുക്ക് പേജ് നമ്പർ 89 സംസ് ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് ഇനി കിടക്കാം. എങ്ങനെയായിരുന്നു നമ്മൾ നമ്പേഴ്സിന്റെ പ്രോഡക്ട്സ് കണ്ടുപിടിച്ചിരുന്നത്? ഒന്നുകിൽ നമ്മൾ ഒരു നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സം ആക്കി എഴുതും, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എന്നിട്ടാണ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിരുന്നത്. ഇനി സമ്മും ഡിഫറൻസും കൂടി വന്നാൽ എന്ത് ചെയ്യും? സമ്മും ഡിഫറൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ പറയാം. ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി. മനസ്സിലായോ? എക്സ് പ്ലസ് വി എന്ന് പറയുമ്പോൾ ഇതെന്താ? സമ്മ്. യു മൈനസ് വി എന്ന് പറയുമ്പോൾ ഇതൊരു ഡിഫറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഈ എക്സ് കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യും, പിന്നെ വൈ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യും, അല്ലേ? എക്സ് കൊണ്ട് ആദ്യം യുവിനെ. അപ്പം ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസും മൈനസും ഒക്കെ ഈ സൈൻസ് ചിഹ്നങ്ങൾ വരുന്നത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എക്സും യുവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എക്സും യുവും രണ്ടും പോസിറ്റീവ് ആണ്. അപ്പം എക്സ് ഇൻറ്റു യു എക്സ് യു. എക്സ് ഇൻറ്റു മൈനസ് വി. മൈനസ് വി എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് വി. ഇനി അടുത്തതായിട്ട് വൈ കൊണ്ട് യുവിനെയും വിനെയും ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ വൈ പ്ലസ് ആണ്, യുവും പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് വൈ യു. ഈ വൈ ഇൻറ്റു മൈനസ് വി എന്ന് പറയുമ്പോൾ മൈനസ് വൈ വി. കണ്ടില്ലേ? അപ്പൊ ഏതിനാണ് ഇവിടെ മൈനസ് ഉള്ളത്? വിക്കാണ് മൈനസ് ഉള്ളത്. അപ്പൊ വി എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ ആ മൈനസിനെയും കൂടെ കൊണ്ടുവന്ന് ആലോചിച്ചാൽ മതി. അതായത് വി ഉള്ളത് എക്സിന്റെ കൂടെ ഇവിടെ വി വന്നപ്പോൾ -1, വൈയുടെ കൂടെ വി വന്നപ്പോൾ -1, ബാക്കി ഉള്ള രണ്ടും പോസിറ്റീവാണ്. മനസ്സിലായോ? പക്ഷെ എല്ലായ്പ്പോഴും ഇനി ആവണമെന്നില്ല. ഇപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈനസും ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഇതിപ്പോ ഒരെണ്ണം സമ്മും ഒരെണ്ണം ഡിഫറൻസും വരുന്നാലാണ് ഇങ്ങനെ. മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ അല്ലേ? സയൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിഹ്നം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി. അപ്പോൾ ഇങ്ങനെ ആവണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് വൈ യു വി എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. മാത്രമല്ല യു എന്ന് പറയുന്നത് വിയിനേക്കാളും വലുതുമായിരിക്കണം. യു ഇസ് ഗ്രേറ്റർ ദാൻ വിയും ആവണം, അല്ല? യുവിൽ നിന്ന് വി നമുക്ക് മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പൊ യു വലിയ നമ്പർ ആവണം വിയിനേക്കാളും. അപ്പോഴാണിത് ഇതുപോലെ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എക്സ് പ്ലസ് വൈ അതാണ് സമ്മും ഡിഫറൻസും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഡിഫറൻസും സമ്മും കൂടിയിട്ട് ഇതിപ്പോ വേറെ നമ്പേഴ്സ് ആണ്, അല്ലേ? എക്സ് വൈ യു വി അങ്ങനെ 4 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് തമ്മിൽ ഉള്ള കാൽക്കുലേഷൻ. ഇനി രണ്ട് നമ്പേഴ്സിന്റെ തന്നെ സെയിം നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും ആണെങ്കിലോ, അതായത് എക്സ് പ്ലസ് വൈ ഇത് സമ്മ്, എക്സിന്റെ വൈന്റെ തന്നെ ഡിഫറൻസ്, എക്സ് മൈനസ് വൈന്റെ ഡിഫറൻസ്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് കാണണമെങ്കിലോ അപ്പൊ എന്ത് വരും നോക്കിയേ? എക്സും ഇൻറ്റു ചെയ്തു. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്താ വരാ? മൈനസ് എക്സ് വൈ. വൈ ഇൻറ്റു എക്സ് അപ്പൊ പ്ലസ് ആണ്, അല്ലേ? അപ്പൊ പ്ലസ് എക്സ് വൈ. എക്സ് വൈ വൈ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈ എക്സ് എഴുതും. വൈ എക്സ് എന്ന് പറഞ്ഞാലും എക്സ് വൈ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇനി പ്ലസ് വൈ ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് വൈ സ്ക്വയർ, അല്ലേ? ഇങ്ങനെ വരും. ഇത് മൈനസ് എക്സ് വൈയും പ്ലസ് എക്സ് വൈയും വെട്ടിപ്പോയി. ബാക്കി ഇതിൽ എന്താ ഉള്ളത്? എക്സ് സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ആണ് ഉള്ളത്. അപ്പോൾ ഒരേ നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കണ്ട? ഈ സെയിം നമ്പറിൻ്റെ സ്ക്വയറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്
ഈ ഒരേ നമ്പറുകളുടെ സമ്മും ഡിഫറൻസും കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ ഞങ്ങൾ പഠിക്കുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിരുന്നു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ചിലപ്പോൾ ഈ തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഈ തരത്തിലാവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ടിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഇതേത് ഫോർമുലയുമായി റിലേറ്റഡ് ആണ് ഈ സാധനം എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കുറേ ചെയ്ത് നമുക്ക് അതിൽ നല്ലൊരു ഇത് കിട്ടണം, തഴക്കം വഴക്കമൊക്കെ വരണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ മാത്സ് ഇങ്ങനെ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല. അപ്പം എന്ത് വേണം? ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്കിനി എക്സാമ്പിളുകൾ ചെയ്തു തുടങ്ങാം. എക്സാമ്പിൾസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. 105 ഇൻറ്റു 197. അപ്പോൾ പ്രോഡക്റ്റ്, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 105 എടുത്ത് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ് എളുപ്പം ചെയ്യാനായിട്ട്? 100 + 5 എന്നാക്കാണ് ഇതിന് എളുപ്പം അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത ഇൻറ്റു 197 എന്ത് ചെയ്യാം? 100 + 97 എഴുതാം, തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും ചെയ്യാൻ എളുപ്പം എന്താണ്? 200 - 3 ആണ് അല്ലേ? 200 - 3 ആണ് 197നെ സ്പ്ലിറ്റ് ചെയ്ത് എളുപ്പം. അപ്പം നമുക്ക് നോക്കിയേ, നമ്മൾ ആദ്യം ഇന്ന് പഠിച്ചതിലത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി. അത് ചെയ്തില്ലേ? അതുപോലെയല്ലേ ഇത് കിടക്കണേന്ന് നോക്കിയേ. ഒരെണ്ണം സമ്മും ഒരെണ്ണം ഡിഫറൻസും. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? 100 കൊണ്ട് 200നെയും ഇൻറ്റു ചെയ്യണം, -3നെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യം 100ൻ്റെ അടുത്ത് 100 200 എടുത്ത് ചെയ്യുമ്പോൾ 100 ഇൻറ്റു 200 അല്ലേ? അത്രയും ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി 100 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -300 വരും അല്ലേ? 100 ഇൻറ്റു 3 എഴുതിയാൽ മതി. പിന്നെ ആ മൈനസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ വീണ്ടും ഇവിടെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 5 ഇൻറ്റു 200 അല്ലേ? 100 കൊണ്ട് 200നെയും മൾട്ടിപ്ലൈ ചെയ്തു, -3നെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 5 കൊണ്ടാണ് ഇനി. അപ്പോൾ പ്ലസ് അല്ലേ? രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 5 ഇൻറ്റു 200. ഇനി 5 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ മൈനസ്. നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇടവിട്ടുള്ളതാണ് മൈനസ് ചിഹ്നം ഉണ്ട് അല്ലേ? -3 കൊണ്ട് എവിടേക്ക് ഇൻറ്റു ചെയ്യണം? അതിൻ്റെ അവിടെ മൈനസ് വന്നു. അപ്പം എന്താണ്? 5 ഇൻറ്റു 3. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 20,000 വരും അല്ലേ? -300 പ്ലസ് 1000 -50 അല്ലേ? ആൻസർ കിട്ടി 20,685. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തന്നാൽ അത് ഒരെണ്ണത്തിന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സമ്മാക്കി, ഒരെണ്ണത്തിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറൻസ് ആക്കി, രണ്ടും തമ്മിൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ സൈനുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ, ഒന്ന് നമ്മുടെ ശ്രദ്ധ പാളിപ്പോയാൽ മൈനസ് ഇടുന്നിടത്ത് പ്ലസും പ്ലസ് ഇടുന്നിടത്ത് മൈനസും ഇട്ട് കഴിഞ്ഞാൽ ഈ ആൻസർ ആവില്ല കിട്ടുക അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടും പ്ലസ് ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല, എല്ലായിടത്തും പ്ലസ് വരും. അതേസമയം രണ്ട് സ്ഥലത്തും മൈനസ് വരുമ്പോഴും ഒരു സ്ഥലത്ത് പ്ലസ് ഒരു സ്ഥലത്ത് മൈനസ് വരുമ്പോഴും ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ, 205 ഇൻറ്റു 195. ഇതിന് നമുക്ക് 205നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 200 പ്ലസ് 5 എന്ന് നമുക്ക് എഴുതാം. 195നെ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? 200 മൈനസ് 5 അല്ലേ? 200ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 195 ആയി. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെ എടുക്കണമെന്ന് നോക്കിയാൽ നമ്മുടെ ഫോർമുല എന്താ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അങ്ങനെയല്ലേ എടുക്കുന്നത്? സെയിം നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. രണ്ടിൻ്റെയും, അതായത് ഇതിലത്തെ വലിയ നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്നും ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി അല്ലേ?
ഈക്വൽസ് എന്താണ്? x² മൈനസ് y² ആണ് അല്ലേ? അപ്പോൾ 200² മൈനസ് 5² ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 200² എന്ന് പറയുമ്പോൾ എത്ര വരും? 4 × 4 40,000 അല്ലേ? 5² എന്ന് പറയുമ്പോൾ 25. അയ്യോ 25 നമുക്ക് മൈനസ് ചെയ്യാം. 5 7 9 9 3 കിട്ടി ആൻസർ. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. ഇതിങ്ങനെ ചെയ്ത് നോക്കി ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. x + y × x - y x² - y², അല്ലെങ്കിൽ x² - y², x + y × x - y. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചില നാച്ചുറൽ നമ്പേഴ്സിന്, അതായത് 8ന്റെ മൾട്ടിപ്പിൾസ് 24ൽ സ്റ്റാർട്ട് ചെയ്ത 8ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിച്ചു. അതും 2 തരത്തിൽ. അത് പിന്നെ 16ന്റെ വന്നപ്പോഴോ 3 തരത്തിൽ നമുക്ക് എഴുതാൻ സാധിച്ചു. അതുപോലെ അത് 8ന്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നു, അത് 24ൽ സ്റ്റാർട്ട് ചെയ്യണതായിരുന്നു. 16ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 48ൽ സ്റ്റാർട്ട് ചെയ്യണതായിരുന്നു. ഇനി എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കുമോ? ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? അതോ പറ്റില്ലേ? അതും എത്ര തരത്തിൽ പറ്റും? ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ അവസാനം പഠിച്ചത് ഏത് ഫോർമുലയായിരുന്നു? x + y × x - y = x² - y². x² - y² എന്ന് പറയുന്നത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പൊ എല്ലാ നമ്പേഴ്സും നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 45 എന്ന് പറഞ്ഞൊരു നമ്പർ തന്നിരിക്കുന്നു. 45നെ ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? x + y × x - y = x² - y² എന്ന ഒരു ഒറ്റ ഫോർമുല മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ 45നെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഫോർമുല ഈക്വൽസ് 45 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? x + y × x - y = x² - y² ആണെന്ന് നമുക്കറിയാം. ഈക്വൽസ് 45 വരുന്നുണ്ടോ എന്ന് അറിയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 45നെ നമുക്ക് ഇങ്ങനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ സാധിക്കും അല്ലേ? അപ്പൊ അതില് x² - y² എന്നുള്ള ഒരു ഭാഗത്തിനെ നമുക്കൊന്ന് തൽക്കാലം മാറ്റി നിർത്താം. 45നെ ഇങ്ങനെ ഒരു സമ്മിന്റെയും ഒരു ഡിഫറൻസിന്റെയും പ്രോഡക്റ്റ് ആക്കാൻ സാധിക്കുമോ എന്ന് ആദ്യം നോക്കാം. അത് പറ്റുമെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. ആദ്യമേ ഇതുപോലെ 45നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുമോ എന്ന് നമുക്കറിയണം. അപ്പൊ നമ്മൾ 45 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സമ്മാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ 40 + 5 ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇത് അങ്ങനെയല്ല വേണ്ടത്. ഒരു സമ്മിന്റെയും ഒരു ഡിഫറൻസിന്റെയും പ്രോഡക്റ്റ് ആവണം. അതായത് 45ന്റെ 2 ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. ഇതിനെ 2 ഫാക്ടേഴ്സ് ആണ് x + y യും x - y എന്ന് അർത്ഥം. x + y എന്ന് പറഞ്ഞിട്ട് 2x ഉം y ഉം കൂടി കൂട്ടി കിട്ടുന്ന സമ്മും അതേ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസും കൂടി ഇൻഡു ചെയ്യുമ്പോൾ 45 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമുക്ക് 2 ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഇതിനെ എഴുതാം. അതായത് 40 ഇത് ഒരു നമ്പർ, ഇത് വേറൊരു നമ്പർ, ഇത് രണ്ടും കൂടിയിട്ട് ഇൻഡു ചെയ്യുമ്പോൾ 45 കിട്ടാനായിട്ട് ഫാക്ടേഴ്സ് ആക്കി മാറ്റിയിട്ട് 45നെ ആദ്യമേ എഴുതി നോക്കാം. അപ്പോൾ 45 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 നമ്പേഴ്സ് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടാം? നമുക്ക് 9 × 5 45 കിട്ടും ഇല്ലേ? അത് കിട്ടും. പിന്നെ ഇനി കിട്ടാനായിട്ട് എന്താണ് മാർഗം? 3 പോവും. അപ്പൊ 3 കൊണ്ട് പറ്റില്ലോ അല്ലെ? 15 × 3 45 ആണ്. പിന്നെയുള്ളത് 45 × 1 45 ആണ്. വേറെ നമ്പേഴ്സ് ഒന്നും പറ്റില്ല, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ?
ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത്. അതായത് എക്സും വൈ ഇപ്പോഴും നമുക്ക് അറിയില്ല. എക്സും വൈ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോഴാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആക്കിയിട്ട് ഇതിന് എഴുതാൻ പറ്റുമെന്ന് അറിയുള്ളൂ. എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ നമുക്ക് എടുക്കാം. ആദ്യത്തെ 9ഉം 5ഉം ആണ് ഫാക്ടേഴ്സ്. അപ്പോൾ 9 എന്ന് പറയുന്നത് സമ്മ് 9ഉം ഡിഫറൻസ് 5ഉമായിട്ട് കിട്ടുമോ? അതായത് എക്സും വൈയും നമുക്കറിയില്ല. എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 9ഉം എക്സിൽ നിന്നും വൈ മൈനസ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 9ഉം എക്സും വൈയും കൂടി മൈനസ് ചെയ്യുമ്പോൾ 5ഉം കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് പുറകിലേക്ക് പോയി രണ്ടാമത്തെ ലെസണിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ലെസണിൽ നമുക്ക് അൺനോൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 9, എക്സ് മൈനസ് വൈ ഈക്വൽസ് എത്രയാണ്? 5 അല്ലേ. അപ്പോഴാണ് 9 5 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 45 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യാം. 9 5 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 14. പ്ലസ് വൈയും മൈനസ് വൈയും കൂടി ആഡ് ചെയ്തപ്പോൾ 0. എക്സും എക്സും കൂടി ആഡ് ചെയ്തപ്പോൾ 2x ഈക്വൽസ് 14 വന്നു. അപ്പോൾ പിന്നെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എക്സ് ഈക്വൽസ് 14, ആ കൂടിൻ്റെ 2 അപ്പുറത്തേക്ക് പോയപ്പോൾ ബൈ 2i ഈക്വൽസ് 7 കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾ ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 9ൽ എക്സിന്റെ വാല്യൂ 7. അപ്പോൾ വൈ എത്രയായിരിക്കും? വൈ അപ്പോൾ 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 7 2 9, 7ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 5 വന്നു. അപ്പോൾ ശരിയാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് എക്സും വൈയും കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അതായത് നമുക്ക് ഏത് രണ്ട് 9 സം ഈക്വൽസ് 9 ആൻഡ് ഡിഫറൻസ് ഈക്വൽസ് 5 ഇങ്ങനെ കിട്ടിയാൽ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് 9 സമ്മ് പ്ലസ് സമ്മും ഡിഫറൻസും കൂടിയിട്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതന്നെയല്ല നമ്മളിപ്പോൾ തന്നെ ചെയ്തത്. ഇക്വേഷൻ ഫോം ചെയ്തതും ഇത് തന്നെയായിരുന്നു. രണ്ടും കൂടി ആഡ് ചെയ്തു, എന്നിട്ട് 2x ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിക്കും 2 വെച്ച് ഡിവൈഡ് ചെയ്യും. എന്ന പോലെ തന്നെ 9 5 14 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് 7 കിട്ടി. മനസ്സിലായ? പിന്നെ അതായിരിക്കൊരു ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി അതല്ല മറ്റേ നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 9 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 9ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 4 ബൈ 2 ഈക്വൽസ് 2 കിട്ടും. അതായത് അത് ആ ഇക്വേഷനിൽ തന്നെ നമുക്ക് കിട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 9, എക്സ് മൈനസ് വൈ ഈക്വൽസ് 5 അല്ലേ. ഇത് നേരത്തെ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. ഇനി ഈ ഇക്വേഷനിലും ഈ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ആക്കിയിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പോൾ എത്ര വരും? 9ഉം മൈനസ് 5ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, പ്ലസ് വൈ കൂടി ആഡ് ചെയ്യുമ്പോൾ 2y, പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി 0. അപ്പോൾ ദെൻ y ഈക്വൽസ് 4/2 വന്നു, ഈക്വൽസ് 2 കിട്ടി. അപ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ട, ഇതൊക്കെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സമ്മും കിട്ടിയിട്ടുണ്ടാവും, ഡിഫറൻസും കിട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന നമ്പർ 45 ആയിരുന്നു. ആ 45നെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ 45ൻ്റെ പറ്റാവുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ 3 തരത്തിൽ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലായി. ഇനി ഓരോ ഫാക്ടേഴ്സും എടുത്തിട്ട് അത് സമ്മും ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റുമോ എന്നാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ആദ്യം വന്നത് 9ഉം 5ഉം ആണ്. അപ്പം 9ഉം 5ഉം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? 9 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പം എത്ര കിട്ടും? 14/2 ഈക്വൽസ് 7 കിട്ടി. അപ്പം നമുക്ക് ഒരു നമ്പർ കിട്ടി. ഒരു നമ്പർ എന്നാൽ എക്സ് കിട്ടി എന്നർത്ഥം. എക്സ് എപ്പോഴും വലിയ നമ്പറായിട്ട് എഴുതണം. കാരണം എന്താ? എക്സ് മൈനസ് വൈ നമുക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്യണമെങ്കിൽ എക്സ്
വൈനേക്കാൾ വലുതാവണം. അപ്പോൾ വലിയ നമ്പർ കിട്ടുന്നത് എപ്പോഴും എക്സ് ആയിട്ട് കിട്ടുന്നത്. നമ്മളത് മറ്റേ 8ന്റെ മറ്റേ മൾട്ടിപ്പിൾസ് നമ്മൾ ചെയ്തില്ലേ മുന്നത്തെ ക്ലാസ്സിൽ, അപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ആ ഏതെങ്കിലും ഒരു ഇതിൽ ആഡ് ചെയ്യുമ്പോൾ 2 നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ആണ് വരുന്നത്. ഒരു നമ്പർ 7 ആണെങ്കിൽ മറ്റേത് 2, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാം, ഇത് പ്ലസ് ചെയ്യുന്നതിന് പകരം 9 - 5 / 2 ചെയ്താൽ എന്ത് വരും? 4/2 = 2. അപ്പോൾ y = 2 കിട്ടി. അപ്പം എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ x² - y² നമുക്ക് കണ്ടുപിടിച്ചൂടെ? എക്സ് നമുക്ക് 7² കിട്ടി, y എക്സ് എന്ന് പറയുന്നത് 7, അപ്പോൾ x² എന്ന് പറയുമ്പോൾ 7², y നമുക്ക് 2 കിട്ടി, y² എന്ന് പറയുമ്പോൾ 2² = 7² എന്ന് പറയുമ്പോൾ 49 അല്ലേ? -2² എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. അപ്പോൾ എത്രയാ? 45 കിട്ടി. അപ്പോൾ 45നെ 2 പെർഫെക്റ്റ് നമ്പറിന് തന്നെയാണ്. 7, 2 എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ പെർഫെക്റ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിച്ചു, ഒരു തരത്തിൽ എഴുതാൻ സാധിച്ചു. ഇനി നമുക്ക് വേറെ ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? 9ഉം 5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ 45 കിട്ടിയത്. നമുക്ക് എങ്ങനെയാ? 15 × 3 ചെയ്തപ്പോഴും നമുക്ക് 45 കിട്ടി. അപ്പോൾ അടുത്ത 2 എണ്ണമാണ് 15, 3. അപ്പോൾ ഇനി നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ 2 നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 18/2 വരും, അതായത് 9 വന്നു. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി 9. ഇനി 15 - 3 / 2 എന്ന് പറയുമ്പോൾ എത്ര വരാ? 12/2 = 6. അപ്പോൾ വൈയും കിട്ടി 6. അപ്പോൾ നോക്കിയാൽ 9ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. 9ഉം 6 ആഡ് ചെയ്യുമ്പോൾ 15 അല്ലേ? 9ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടി. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പറുകൾ ആഡ് ചെയ്താലാണ് 15 കിട്ടാന്ന് ഇങ്ങനെ 14 1 13 2 12 3 11 4 10 5 9 6 ഇങ്ങനെ നോക്കണം അല്ലേ? എന്നിട്ട് ഇതൊക്കെ 14 1 15 ഓക്കെ. പക്ഷെ 14 1 മൈനസ് ചെയ്താൽ 3 വരില്ല. ഇത് സമ്മ് 15 വരണം, അതിൻ്റെ ഒപ്പം തന്നെ ഡിഫറൻസ് 3ഉം വരണം. അപ്പം അങ്ങനെ നമുക്ക് ഇത് കുറേ അതിൻ്റെ പോസിബിലിറ്റീസ് മുഴുവൻ ഇരുന്ന് ചെയ്ത് നോക്കാൻ നിൽക്കണ്ടേ? പക്ഷെ അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും അല്ലേ? നമ്മുടെ ഇക്വേഷൻ കൊണ്ടുള്ള ഗുണം കണ്ട അത് വെച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 9ഉം 6ഉം കിട്ടി. അപ്പം x² - y² എന്ന് പറയുമ്പോൾ എന്ത് വരും? 9² - 6² അല്ലേ? അപ്പോൾ 9² എന്ന് പറയുമ്പോൾ എത്രയാ? 81. 6² എന്ന് പറയുമ്പോൾ 36. അപ്പം എത്ര വരെ ബാക്കി? 5 4 വന്നു, 45 കിട്ടി. അപ്പോൾ വേറൊരു തരത്തിലും പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 45 എഴുതാൻ പറ്റും എന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. 45 × 1ഉം 45 തന്നെയാണ് അല്ലേ? 45നെ 3 തരത്തിലാണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ട് എഴുതി. അപ്പം 45 × 1 എന്ന് പറയുമ്പോൾ അതും 45 ആണ്. അപ്പോൾ നമുക്ക് ഇതിനും ചെയ്ത് നോക്കാം. 45 + 1 അല്ലേ? / 2. അപ്പം എത്ര വരും? 46/2 = 23. അപ്പം എക്സ് കിട്ടി നമുക്ക് 23. ഇനി 45 - 1 / 2 എന്ന് പറയുമ്പോഴോ 44/2 = 22. അപ്പോൾ വൈയും കിട്ടി എക്സും കിട്ടി. ഇനി x² - y² അല്ലേ? x² - y² എന്ന് പറയുമ്പോൾ എന്ത് വരും? 23² - 22². 23² എത്രയാ? 23 × 23 നോക്കാം. 9 2 5 529 കിട്ടി. ഒരു എണ്ണത്തിൻ്റെ സ്ക്വയർ 22² എന്ന് പറഞ്ഞാൽ 484 ആണ്. അപ്പോൾ മൈനസ് ചെയ്ത് നോക്കിയേ, 9 4 പോയി. അപ്പോൾ 5 12 8 പോയി 45 തന്നെ കിട്ടി. അപ്പോൾ 45ന് നമുക്ക് ഇങ്ങനെ 3 തരത്തിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. 45 എന്ന് പറഞ്ഞ നമ്പർ. ഇതുപോലെ എല്ലാ നമ്പറിനെയും നമുക്ക് പറ്റുമോ? എല്ലാ നമ്പറിനെയും പറ്റുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പം 20 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. 20ന് പറ്റുമോ എന്ന് അറിയണം. അപ്പോൾ ആദ്യമേ നമ്മളുടെ ഫോർമുല നമ്മൾ എഴുതാൻ പോവാണ്. x + y
ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽസ് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പം ഈ 20 ഇതുപോലെ എഴുതാൻ സാധിച്ചാൽ എക്സും വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിട്ട് 20 എഴുതാൻ സാധിക്കും. അതായത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് 20നെ 45 ചെയ്ത പോലെ ഫാക്ടേഴ്സ് ആക്കി തിരിക്കാം. 20 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 10 ഇൻറ്റു 2 എഴുതാം, 4 ഇൻറ്റു 5 എഴുതാം, 20 ഇൻറ്റു 1 എഴുതാം അല്ലേ? അപ്പോൾ ആദ്യത്തെ നമുക്ക് എടുക്കാം 10 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 12 ബൈ 2 ഈക്വൽ 6 കിട്ടി. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി 6. ഇനി അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? 10 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 ബൈ 2 ഈക്വൽസ്, അതായത് y ഈക്വൽസ് 4 കിട്ടി. അപ്പോൾ എക്സ് വൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആക്കി മാറ്റാം അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതും? 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എഴുതും അല്ലേ? അപ്പം എന്താ വരാ? 36 മൈനസ് 4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16. ശരിയാണ്, 20 കിട്ടി. അപ്പം നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 20 എഴുതാൻ പറ്റി. ഇനി 20ക്ക് വേറെ എന്തായിരുന്നു? 4ഉം 5ഉം ആയിരുന്നു അല്ലേ? 4 ഇൻറ്റു 5ഉം 20 ആണ്. അപ്പം ഇനി 4ഉം 5ഉം നമുക്ക് നോക്കി നോക്കാം. 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരാം? 4.5 അല്ലെങ്കിൽ 4 and 1/2 4.5 അല്ലേ? 9ന്റെ പകുതി 4.5 അല്ലേ? അപ്പം അതൊരു പെർഫെക്റ്റ് നമ്പർ അല്ല, അതൊരു ഫ്രാക്ഷൻ ആണ്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ ഇനി അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1/2 അര വന്നു. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും. എങ്ങനെയാണെന്ന് അറിയോ? 4 and 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്നായി മാറി. എക്സ് പ്ലസ് വൈ 4 and 1/2, എക്സ് മൈനസ് വൈ 1/2 ആണ്. അപ്പം ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് ഈ ടൈപ്പിൽ എഴുതാൻ പറ്റില്ല, ഒരു തരത്തിൽ എഴുതാൻ പറ്റും അല്ലേ? ഇനി അടുത്ത ഒരു ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു 20ക്ക്. അത് ഏതായിരുന്നു? 20 ഇൻറ്റു 1 ഈക്വൽസ് 20. അപ്പം എന്താ വരാ? 20 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 21 ഡിവൈഡ് ബൈ 2. 21ന്റെ പകുതി എത്രയാ? 10.5 അല്ലേ? 10 and 1/2 അപ്പോഴും 1/2 വന്നു. അപ്പം അതും പറ്റില്ല. മനസ്സിലായ? അപ്പം നമുക്ക് ഇപ്പോൾ അപ്പം 20 നമുക്ക് ഒരു തരത്തിൽ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് 10 എന്ന് പറയുന്ന നമ്പർ എഴുതാം. 10 എന്ന് പറയുന്ന നമ്പറിനെ പെർഫെക്റ്റ് നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? അപ്പോൾ ആദ്യം ചെയ്യണം, 10ന് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ? 5 ഇൻറ്റു 2 10 കിട്ടും, 10 ഇൻറ്റു 1ഉം 10 കിട്ടും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം, എക്സ് കണ്ടുപിടിക്കാം. 5/2 5 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 അപ്പോൾ 7/2. അപ്പം എത്ര വരാ? 7ന്റെ പകുതി 3.5 വന്നു. ഇനി ഇത് മൈനസ് ചെയ്യുകയാണെങ്കിലോ 5 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3/2 എന്ന് പറയുമ്പോൾ എത്ര വരാ? 1.5. 3ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.5 വന്നു. അപ്പോൾ അത് പറ്റില്ല. 3.5 1.5 ഫ്രാക്ഷൻ വന്നില്ലേ? നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കിട്ടണം. അപ്പോൾ ഫ്രാക്ഷൻ വരാണ്ട് നമ്പർ നാച്ചുറൽ നമ്പർ വരണം. അടുത്ത് 10ഉം 1ഉം ആണ്. അത് പറ്റുമോ? 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 11/2, അതായത് 5.5. അപ്പോഴും 1.5 അല്ലെങ്കിൽ 5.5 അല്ലെങ്കിൽ ഡെസിമൽ വരും അല്ലേ? ഡെസിമൽ ആക്കുകയാണെങ്കിൽ അങ്ങനെ വരും. ഇനി മൈനസ് ചെയ്യുകയാണെങ്കിലോ 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 9/2 ഈക്വൽസ് 4.5 അല്ലെങ്കിൽ 4.5 ഇങ്ങനെ. അപ്പം എന്തായി? അതും ശരിയാവില്ല. അപ്പം 10നെ ഒരു തരത്തിലും പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും, പക്ഷെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കില്ല. മനസ്സിലായി? ഇങ്ങനെ അരയൊക്കെ വന്നിട്ടുള്ള സ്ക്വയർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ? ഇല്ല എന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. അപ്പം ഇനി ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് ഈ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ തന്നെ എത്ര തരത്തിൽ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നമ്പർ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ?
ഇനി 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 ഞാൻ പറയണില്ല. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ച് നിങ്ങൾ ചാവും. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ആദ്യം കണ്ടു നോക്കുക. പിന്നെ തന്നെത്താൻ ഇരുന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ നമ്പറുകൾ എടുത്ത് ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി തിരിച്ച് അതിനെ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ആ ഫോർമുല മറക്കരുത്. എന്താ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഒരു സമ്മും ഡിഫറൻസും, സെയിം നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ആ ഫോർമുല വരും. അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം.